ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിൻ്റെ ആദ്യ അപ്പോസ്തലനായ വിശുദ്ധ മാർ തോമാസ് ലീഹായുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ, ചരിത്രത്താളുകളിൽ ഇടം നേടിയ, എന്നാൽ അധികം ആരും അറിയപ്പെടാത്ത മലയാറ്റൂരിനടുത്തുള്ള ഒരു ദേവാലയമാണ് തട്ടുപാറ. വിശുദ്ധ തോമാസ് ലീഹ മലയാറ്റൂർക്കുള്ള യാത്രാമധ്യേ വിശ്രമിച്ച സ്ഥലമാണ് തട്ടുപാറ എന്നാണ് പറയപ്പെടുന്നത്. മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന പലർക്കും അറിയാത്തതും എന്നാൽ എല്ലാവരും സന്ദർശിക്കേണ്ടതുമായ ഒരു സ്ഥലമാണ് തട്ടുപാറ. മലയാറ്റൂരിനോട് വളരെ അടുത്ത് കിടക്കുന്ന വളരെ ചരിത്ര പ്രാധാന്യമേറിയ അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. വിശുദ്ധ തോമാസ് ലീഹ മലയാറ്റൂർ വഴി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായ പാണ്ഡ്യരാജ്യത്തേക്ക് പോയത് തട്ടാറ എന്ന ഈ പഴയ ഒട്ടകപ്പാറയിലൂടെയാണ് എന്ന് ചരിത്ര ഗ്രന്ഥമായ ട്രാവൻകൂർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ തോമാസ് ലീഹായുടെ പാദമുദ്രകൾ ആദ്യമായി കണ്ടെത്തിയതും വണക്കപ്പെട്ടതും തട്ടുപാറയിലാണ്. മലയാറ്റൂർ പള്ളിയോളം പാരമ്പര്യവും പൗരാണികതയും തട്ടുപാറ പള്ളിക്കുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് ഈ പള്ളിയുടെ മുന്തിയ നേർച്ചപ്പണത്തെ ദിവാൻ ശ്രീ CP രാമസ്വാമി അയ്യർ രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടണമെന്നും, എന്നാൽ രാജാവിൻ്റെ ലീഗൽ സെക്രട്ടറിയായിരുന്ന നട്ടുവത്തുശ്ശേരി വക്കീൽ ഈ ദേവാലയത്തിൻ്റെ പ്രാധാന്യവും പ്രശസ്തിയും രാജാവിനെ ബോധ്യപ്പെടുത്തുകയും രാജാവ് പള്ളിക്ക് പട്ടയവും ചുറ്റുമുള്ള സ്ഥലത്തിന് കൈവശാവകാശവും നൽകുകയും ചെയ്തു. അന്ന് പള്ളിക്കു ചുറ്റും പാറയിൽ പതിപ്പിച്ച രാജമുദ്രയായ 3 ശംഖുമുദ്രകൾ ഇപ്പോഴും ഇവിടെ കാണാവുന്നതാണ്. വേനൽക്കാലമായതുകൊണ്ടാണ് ചെടികളും ഇലകളും ഒക്കെ ഉണങ്ങി വരണ്ടു നിൽക്കുന്നത്. മഴക്കാലമാകുമ്പോൾ ഇവിടെ വേറൊരു വൈബാണ്. ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെയായി വളരെ മനോഹരമായൊരു സ്ഥലം. ഈ പള്ളിയോട് ചേർന്നുള്ള ഗുഹയിലേക്കാണ് പോകുന്നത്. വളരെ ഇടുങ്ങിയതും കുത്തനെ ഇറക്കവുമായിട്ടുള്ളൊരു വഴിയാണിത്. വിശുദ്ധ തോമാസ് ലീഹ തൻ്റെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഉപയോഗിച്ച ഗുഹയാണിത്. പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളോടെയാണ് ഓരോ വിശ്വാസിയും ഈ ചരിത്ര മണ്ണിലേക്ക് കടന്നു വരുന്നത്. നോമ്പ് കാലത്ത് അടിവാരപ്പള്ളിയിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും കുരിശിൻ്റെ വഴി ചൊല്ലി മല കയറുകയും, അതുപോലെ വർഷത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് തട്ടുപാറ പള്ളിയിലെ പ്രധാന തിരുനാൾ. തട്ടുപാറ ഒരു തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനായി ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വരികയും അവരുടെ ഒരു ക്വാളിറ്റി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി.